കൊല്ലം മടത്തറയിൽ കിണറ്റിൽ അകപ്പെട്ട ആടിനെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ യുവാവ് ശ്വാസം മുട്ടി മരിച്ചു എന്ന വാർത്ത വരികയാണ്. 25-കാരനായ അൽത്താഫാണ് മരിച്ചത്. ഒരു പ്രതികരണം ആദ്യം കേൾക്കാം. രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എയറില്ലാത്ത കിണറായിരുന്നു. പുള്ളിക്ക് അത് അറിഞ്ഞൂടായിരുന്നു. പുള്ളി ഇറങ്ങി ആടിനെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ വീണുപോയതാണ്. നമുക്കവിടെ മെസ്സേജ് വന്നു. നമ്മൾ ഉടനടി ഇവിടെ എത്തി PSL ഉപയോഗിച്ച് ആട്ടിനെ പുള്ളി ഈ അകപ്പെട്ട ആളെ ആടും മരണപ്പെട്ടു. അത് എയറില്ല എന്നുള്ളതായിരുന്നു. അവർക്കത് അറിയില്ലായിരുന്നു. കണ്ണനായരുണ്ട്. കണ്ണൻ, ദാരുണ സംഭവത്തിന്റെ വിവരങ്ങൾ എന്താണ്? പ്രതീക്ഷ 26 വയസ്സുള്ള ഒരു വ്യക്തിക്കാണ് ദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചത്. ഇന്ന് 12 മണിയോടുകൂടിയാണ് അൽത്താഫിന്റെ വീട്ടിലെ ആട് 60 അടിയോളം താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണത്. ആടിനെ രക്ഷിക്കാൻ വേണ്ടി അൽത്താഫ് കിണറ്റിലേക്ക് ഇറങ്ങി. പക്ഷേ പകുതി ദൂരം ചെന്നപ്പോഴേക്കും ആ ഓക്സിജന്റെ ലെവല് താഴ്ന്നു. അങ്ങനെ ബോധരഹിതനായി കിണറ്റിനുള്ളിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ ശ്വാസം മുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. കടക്കിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തി ആണ് അൽത്താഫിനെ പുറത്തേക്ക് എടുത്തത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സാധാരണ ഈ മേഖലയിലൊക്കെ തന്നെ 60-70 അടി താഴ്ചയിലൊക്കെ തന്നെയാണ് കിണറുകൾ കുഴിക്കാറുള്ളത്. ആ കിണറുകൾ കുഴിക്കുന്ന ആ കിണറുകളൊക്കെ തന്നെ വൃത്തിയാക്കാൻ ഇറങ്ങുന്ന ഒരു ഉണക്കുകാലമായതുകൊണ്ട് തന്നെ കിണറുകൾ വൃത്തിയാക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാരണവശാലും ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പാക്കാതെ കിണറുകൾ ഇറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു അൽത്താഫ്. ഇന്നലെയാണ് അദ്ദേഹം ജോലി കഴിഞ്ഞ് എത്തിയത്. സോളാർ കമ്പനിയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. കമ്പനിയിൽ നിന്ന് ഇന്നലെ ജോലി കഴിഞ്ഞ് എത്തിയതാണ്. ആ വ്യക്തിക്കാണ് ഇന്ന് ദാരുണമായിട്ടുള്ള ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. ശരി കണ്ണൻ, മറ്റൊരു പ്രതികരണം കൂടി അവിടെ നിന്നും വരുന്നുണ്ട്, അതുകൂടി കേൾക്കാം. കയറി തൂങ്ങി ഇറങ്ങി, അതുകൊണ്ട് വളരെ സ്പീഡിലങ്ങ് ചെന്ന് ഇതിന്റെ ഇടയിൽ കിണറ്റിൽ ഓക്സിജൻ ഇല്ലാതെ കിടക്കുകയായിരുന്നു. ഇത് തൊടി വഴി ഇറങ്ങിയിരുന്നെങ്കിൽ ശ്വാസം മുട്ടുണ്ടാകുമ്പോൾ രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ കയറിൽ തൂങ്ങി താഴെ ചെന്ന ശ്വാസം കിട്ടാതെ വന്ന് ഭിത്തി ചാരി നിന്നു. പിന്നെ ചലിക്കാതെ വന്ന് കയറടാന്നൊക്കെ കണ്ടോണ്ടിരുന്നവർ പറയാൻ കയറിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് എങ്ങനെയോ ആട്ടിനെ അവൻ കയറുകൊണ്ട് കുരുക്കി. പിന്നെ എല്ലാം നിശ്ചലമായി.